കോൺഗ്രസിൽ സീനിയർ ജൂനിയർ വിമർശനങ്ങളും വിവാദങ്ങളും പ്രതികരണങ്ങളും തുടരുന്ന സാഹചര്യം. യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച പി.ജെ. കുര്യനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നു. പാർട്ടി യോഗത്തിലാണ് കുര്യൻ വിമർശനം നടത്തിയത്. ആളില്ലാത്ത മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടുകയാണ് വേണ്ടതെന്നും ചെന്നിത്തല പ്രതികരിച്ചു. ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശശി, ആദ്യം ചെന്നിത്തലയുടെ വാക്കുകളിലേക്ക്. അല്ല, കുര്യൻ സാറ് ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം സതുദ്ദേശത്തോടുകൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ്. അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല, അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ സതുദ്ദേശത്തോടു കൂടി തന്നെ എടുക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ ചേർന്നു. ശശി, പി.ജെ. കുര്യൻ വിമർശനം ഉന്നയിച്ചത് യോഗത്തിലാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി യോഗങ്ങളിൽ ഈ വിമർശനം ഉന്നയിക്കുന്നത് അത് പാർട്ടി നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതിൽ അസ്വാഭാവികതയില്ല. അത് ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് കൂടിയാണോ രമേശ് ചെന്നിത്തല കൂടി കുര്യനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്? ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുര്യന് നൽകിയ മറുപടി സംബന്ധിച്ചും ചെന്നിത്തല എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? അപർണ, കുര്യൻ ഉന്നയിച്ച വിമർശനം, യൂത്ത് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി മാറിയ കാര്യത്തിലാണ് അപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. പി.ജെ. കുര്യൻ പറഞ്ഞത് സതുദ്ദേശത്തോടു കൂടിയാണ്. ചിലയിടങ്ങളിലൊക്കെ പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അദ്ദേഹം പാർട്ടിയുടെ വേദിയിലാണ് സംസാരിച്ചത്. അത്തരത്തിൽ പി.ജെ. കുര്യനെ പിന്തുണച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഉള്ള ഒരു രീതിയിലാണ് രമേശ് ചെന്നിത്തല ഇന്ന് വ്യക്തമാക്കിയത്. അതേസമയം സോഷ്യൽ മീഡിയകളിൽ നവമാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ പി.ജെ. കുര്യനെതിരെ ഉണ്ടാകുന്നു. ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളും പരസ്യമായ ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും പി.ജെ. കുര്യൻ ഇത് സംബന്ധിച്ച് ഇന്നൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പോരായ്മകളുണ്ട്, അത് പരിഹരിക്കപ്പെടണം. CPM പോലുള്ള ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാർ ടിവിയിലെ പരിപാടികളിൽ മാത്രം, TV ഷോകളിൽ മാത്രം പങ്കെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം പാർട്ടിയുടെ വേദിയിൽ തന്നെയാണ് ഉന്നയിച്ചത്. അത് ഇനിയും പറയും. ഇത്തരം വേദി ലഭിച്ചാൽ ഇനിയും യൂത്ത് കോൺഗ്രസിന്റെ പോരായ്മകൾ പറയാം. അത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് പറഞ്ഞത്, അത് സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. മറ്റ് വിമർശനങ്ങൾ, കാര്യങ്ങൾ അത് പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം TV ഷോയിലും സമൂഹ മാധ്യമങ്ങളിലും അപ്പുറം 40% ആളുകൾ ഇതിനപ്പുറം പുറത്തുണ്ട്. അവരുടെ കാര്യങ്ങൾ കൂടി അവർക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം എത്ര തരത്തിലേക്ക് മാറണം എന്നുള്ള കാര്യം കൂടി പി.ജെ. കുര്യൻ പറയുന്നു. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, യൂത്ത് കോൺഗ്രസിലെ മണ്ഡലം കമ്മിറ്റികൾ പോലും പല സ്ഥലങ്ങളിലുമില്ല. താൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് തന്റെ മണ്ഡലം കമ്മിറ്റിയിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇവരെ കാണാറില്ല. TV ഷോകളിൽ മാത്രമാണുള്ളത്. സമര പരിപാടികളിൽ ചിലയിടങ്ങളിൽ ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് സംഘടനാപരമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് പി.ജെ. കുര്യൻ പറഞ്ഞത്. ഇത് വീണ്ടും ആവർത്തിച്ചു തന്നെയാണ് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇനിയും പാർട്ടി വേദികളിൽ സമാനമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് പി.ജെ. കുര്യൻ പറഞ്ഞിട്ടുള്ളത്. ശശിധരൻ, ഖാദി ഖദറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ, നിലമ്പൂർ തൊട്ട് സീനിയർ ജൂനിയർ ബ്രിഗേഡ് തമ്മിലുള്ള റിഫ്റ്റ് വലിയ തരത്തിൽ പലതരത്തിലുള്ള പ്രസ്താവനകൾക്കൊക്കെ ഇടവെച്ചതാണ്. അതിനുശേഷമാണ് ഖാദി ഖദർ വിഷയം വരുന്നത്. ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം സമവായത്തിലേക്കല്ല, പകരം ഈ വിമർശനമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അതാണോ ഈ മുതിർന്ന നേതാക്കന്മാർ ലക്ഷ്യമിടുന്നത്? പരസ്യവേദികളിൽ മടിയില്ലാതെ പ്രതികരിക്കുന്നതും ആ തരത്തിലാണോ വ്യാഖ്യാനിക്കേണ്ടത്? അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത്. അത് സാധാരണ സീനിയർ നേതാവാണ് പി.ജെ. കുര്യൻ. പത്തനംതിട്ട ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് തന്നെ കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. തന്നോട് ആലോചിക്കാതെ ജില്ലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതിന്റെ ഭാഗമായിട്ടാണ് പരാജയപ്പെടാനുള്ള സാഹചര്യം. അത് 5 MLA-മാർ പരാജയപ്പെടാനുള്ള കാരണം. 3 MLA-മാരെങ്കിലും തന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായി പി.ജെ. കുര്യൻ ഈ വേദികളിൽ തന്നെ, KPCC പ്രസിഡന്റ് അടക്കുന്ന വേദിയിൽ തന്നെ ഉന്നയിക്കൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് തുടർന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്യമായി പി.ജെ. കുര്യനെതിരെ രംഗത്ത് വരുന്ന സാരിയുടെ രാഹുൽ മാങ്കൂട്ടം ആ വേദിയിൽ തന്നെ പി.ജെ. കുര്യന് മറുപടി നൽകുകയും ചെയ്തു. അങ്ങനെ ഇത് വിവാദമായി വീണ്ടും പരസ്യമായി പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും ചർച്ചയായി മാറുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. എന്തായാലും മുതിർന്ന നേതാവ് പി.ജെ. കുര്യനെതിരെ രമേശ് ചെന്നിത്തല പരസ്യമായി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടും രാവിലെ സംസാരിക്കണം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അതോടൊപ്പം തന്നെ ഇന്നലെ രാഹുൽ നടത്തിയതുപോലെയുള്ള പ്രതികരണങ്ങൾ കൂടുതൽ യുവ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുണ്ടായോ? അതിനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു വേദിയുണ്ടോ ഇനിയുള്ള സമയങ്ങളിലൂടെ? തീർച്ചയായും രാഹുൽ മാങ്കുണ്ടം പറഞ്ഞതിന് ശേഷം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇന്ദുചൂടൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ചില പരാമർശങ്ങൾ നടത്തി. അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം പരസ്യമായി വിജയ് കുര്യനെതിരെയുള്ള പ്രതികരണങ്ങൾ കൂടി പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും നേതൃത്വത്തെ സംബന്ധിച്ച് ഇതുവരെ മറ്റു രീതിയിലുള്ള ഒരു പ്രതികരണം പി ജെ കുര്യനെതിരായിട്ടുള്ള പ്രതികരണമൊന്നും മുതിർന്ന നേതാക്കളിൽ നിന്ന് കോൺഗ്രസിന്റെ ആളുകളിൽ നിന്നും വരുന്നില്ല. പി ജെ കുര്യൻ പത്തനംതിട്ട ജില്ലയിലെ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്തിനാണ് രമേശ് ചെന്നിത്തല കാണാൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സതുദ്ദേശത്തോടു കൂടിയാണ്. അത് പാർട്ടിയെ യൂത്ത് കോൺഗ്രസിനെ നേരായ വഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പരാമർശം നടത്തി എന്നുള്ള ഒരു രീതിയാണ് രമേശ് ചെന്നിത്തലയും രാവിലെ പ്രതികരിച്ചത്. എന്തായാലും യൂത്ത് കോൺഗ്രസിലെ വലിയ അതിർത്തി കുര്യൻ നടത്തിയ പ്രസ്താവനയെ ബന്ധപ്പെട്ട് ഇപ്പോഴും നിൽക്കുന്നു. അത്തരം പരസ്യമായ പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്നാണ്. ഏതായാലും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. അല്ല, കുര്യൻ സാറ് ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം സതുദ്ദേശത്തോടുകൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ്. അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല, അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ സതുദ്ദേശത്തോടു കൂടി തന്നെ എടുക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും.